നമസ്കാരം. മറ്റൊരു പാർട്ടിയുടെ ചിഹ്നമായിരുന്നു കൈപ്പത്തി എന്നുള്ളത്. ബി.ജെ.പിയുടെയും CPM-ൻ്റെയും ഭാഗ്യവും CPI-യുടെ നിരാശയും തദ്ദേശം മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കും വരെ ഈ ചിഹ്നങ്ങൾ എപ്പോഴും വലിയ പ്രസക്തിയുള്ളതാണ് കേട്ടോ. വലിയ പ്രാധാന്യമുണ്ടാകുന്നുണ്ട് പലപ്പോഴും ഈ ചിഹ്നങ്ങൾക്ക്. രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലുള്ള ചിഹ്നങ്ങളെ എപ്പോഴും ഉപയോഗിക്കുന്നത് അത് വെറുതെയല്ല, അതിനൊരു കാരണമുണ്ട്. കാരണം 1000 വാക്കുകളെക്കാൾ ശക്തിയുള്ളതാണ് ഒരു ചിത്രം എന്നാണ് പഴമൊഴി. ആ പഴമൊഴി യാഥാർത്ഥ്യമാക്കുന്ന അല്ലെങ്കിൽ ആ പഴമൊഴി തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ചിഹ്നം തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ചിഹ്നം തീരുമാനിച്ചതിൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിൻ്റെ കൈപ്പത്തി അറിയാലോ, കോൺഗ്രസ്സയുടെ കൈപ്പത്തി എന്ന് പറയപ്പെടുന്നത്. അതുപോലെ CPM-ൻ്റെ ചുറ്റിക അരിവാൾ നക്ഷത്രം, CPI-യുടെ അരിവാൾ നെൽക്കുതിർ, BJP-യുടെ താമര എന്നിവയൊക്കെ അത്തരത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. ഇതിൽ മറ്റു 3 പാർട്ടികളും പാർട്ടി രൂപം കൊണ്ട ഒരു സാഹചര്യത്തിൽ അതിന് രൂപം കൊണ്ട ശേഷം ചിഹ്നം എന്ന് പറയപ്പെടുന്നത് ഇതുവരെ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ചിഹ്നമുള്ളത് ഇതിൽ ഈ CPI-ക്കാണ്. CPI-ക്കും പിന്നെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിനുമാണ് അവരുടെ ചിഹ്നം ഇതുവരെ മാറ്റിയിട്ടില്ല. എന്നാൽ ചിഹ്നം ഉപയോഗിച്ച് തുടങ്ങിയ 1ാം പൊതു തിരഞ്ഞെടുപ്പ് മുതൽ ഒന്നിലേറെ തവണ പല ചിഹ്നത്തിൽ ജനവിധി തേടിയിട്ടുള്ള ചരിത്രമാണ് ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് ഐക്കുള്ളത് എന്നുള്ളതാണ് ചരിത്രം. നമ്മൾ അറിയാവുന്ന കാര്യമാണ്. 1937 നടന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ്, ആ ആദ്യ തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറോ ചിഹ്നമോ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ഭൂമിയുള്ള ഭൂനികുതി കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമായിരുന്നു അന്ന് വോട്ടവകാശം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അത് ചുരുക്കുകയാണ് ചെയ്തത് വോട്ടവകാശത്തെ. അന്ന് ഏകദേശം 37 കോടി ജനസംഖ്യയിൽ ഏകദേശം 3 കോടി പേർക്ക് മാത്രമാണ് വോട്ടവകാശം വിനിയോഗിക്കുവാൻ ഇന്ത്യയിൽ കഴിഞ്ഞത് എന്നുള്ളതാണ്. ബാലറ്റ് പേപ്പർ കോൺഗ്രസ്സിന് മഞ്ഞപ്പെട്ടി, ജിന്നയുടെ മുസ്ലിം ലീഗിന് പച്ചപ്പെട്ടി എന്നിങ്ങനെ ഓരോ പാർട്ടിക്കും ഓരോ നിറത്തിലുള്ള പെട്ടികൾ സമ്മാനിച്ചു, അല്ലെങ്കിൽ ബാലറ്റ് പെട്ടികൾ അനുവദിച്ചു നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഓരോ പെട്ടികളിലും വീഴുന്ന വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി വിജയികളെ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യത്തെ പ്രൊവിൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടുകയാണ് ചെയ്യുന്നത്. 11 പ്രവിശ്യകളിലും ഭരണത്തിൽ വരികയും ഒപ്പം തന്നെ അന്ന് ആ ഭരണം സ്വീകരിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഒരു തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ പിൻവാങ്ങലിന് ശേഷം 1952 സുകുമാർ സെന്നിൻ്റെ നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലാണ് നമ്മളൊരു വലിയ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. വോട്ടിംഗ് ബാലറ്റിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നത്തെ ജനസംഖ്യയിൽ ഏകദേശം 81.7% നിരക്ഷരരായിരുന്നു. ബാലറ്റ് പേപ്പറിൽ അന്ന് സ്ഥാനാർത്ഥികളുടെ പേര് മാത്രം വെച്ചാൽ ഭൂരിഭാഗം ജനങ്ങൾക്കും അത് മനസ്സിലാകില്ല, അല്ലെങ്കിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും സ്ഥാനാർത്ഥി ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടാകും. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എഴുത്തും വായനയും അറിയാത്തവർക്കായിട്ട് ഒരടയാളം ആ ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെ ബാലറ്റ് പേപ്പറിൽ അത് ഉൾപ്പെടുത്താമെന്നൊരു ആശയത്തിലേക്ക് വരികയായിരുന്നു ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പുകളിൽ ചിഹ്നങ്ങളുടെ ചിഹ്നം വിളി ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചിഹ്നങ്ങളുടെ ഒരു പ്രസക്തി ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 14 ദേശീയ പാർട്ടികൾ ഉൾപ്പെടെ 53 മറ്റ് പാർട്ടികൾക്കും 533 സ്വതന്ത്രർക്കും അന്ന് ചിഹ്നങ്ങൾ വീതിച്ചു നൽകപ്പെട്ടു എന്നുള്ളതാണ്. പലതരത്തിലുള്ള ചിഹ്നങ്ങൾ നമുക്കറിയാമല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചിഹ്നങ്ങളടക്കം. അന്ന് ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യ അന്നും ഇന്നും ഒരു കാർഷിക രാജ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ കാർഷിക പുരോഗതിയുടെ ചിഹ്നമായിട്ടുള്ള പൂട്ടിയ കാള, ആ പൂട്ടിയ കാളയിൽ മത്സരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പോൾ ചെയ്തതിൽ പകുതിയിലേറെ വോട്ടുകൾ നേടിയെടുത്തത്. ആ പകുതിയിലേറെ വോട്ടുകൾ നേടിയെടുത്തുകൊണ്ട് അധികാരത്തിൽ വരികയും ചെയ്തത്. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ദേശീയ പാർട്ടികളിൽ ഒന്നിൻ്റെ ചിഹ്നമായിരുന്നു കൈപ്പത്തി എന്നുള്ളത്. അന്ന് ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചിട്ടുള്ള ഫോർവേഡ് ബ്ലോക്ക് ആശയത്തിൻ്റെ പേരിൽ 1ാം തിരഞ്ഞെടുപ്പിൽ തന്നെ പിളർപ്പ് ഉണ്ടായി. അങ്ങനെ പിളർന്നു പോകുന്നൊരു സാഹചര്യം. പാർട്ടിയിലെ സുഭാഷിസ്റ്റ് വിഭാഗം എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിലേക്ക് തിരികെ പോയി. അവർ പറഞ്ഞു തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ സുഭാഷിസ്റ്റ് വിഭാഗം. എന്നാൽ പാർട്ടിയിലെ മാർക്സിസ്റ്റ് വിഭാഗം ആ നിലപാടിനെ പാടെ എതിർത്തു. അങ്ങനെ 1ാം തിരഞ്ഞെടുപ്പിൽ രണ്ട് ബ്രാക്കറ്റ് ഫോർവേഡ് ബ്ലോക്കുകൾ തമ്മിൽ മത്സരമുണ്ടായി എന്നുള്ളതാണ്. ഇതിൽ ഈ നേതാജി സുഭാഷിസ്റ്റ് വിഭാഗക്കാരുണ്ടല്ലോ, ആ സുഭാഷിസ്റ്റ് വിഭാഗക്കാർ ഫോർവേഡ് ബ്ലോക്ക് റൂയിക്കർ എന്ന പേരിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഗർജിക്കുന്ന സിംഹം ചിഹ്നത്തിൽ ജനവിധി തേടി മറ്റുള്ളവർ. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നേതാജിയുടെ സഹോദരനായിട്ടുള്ള ശരത്ചന്ദ്ര ബോസ്
ആ ശരത്ചന്ദ്ര ബോസ് ഇടപെട്ട് ഫോർവേഡ് ബ്ലോക്ക് ഇരുകൂട്ടരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശ്രമം നടത്തി. പാർട്ടി ലയനമുണ്ടായതോടുകൂടി ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന ഒരു പൊതു പാർട്ടി പേര് സ്വീകരിക്കുകയാണ് ചെയ്തത്. മാർക്സിസം അടിസ്ഥാന പ്രമാണമാക്കി കുതിച്ചു ചാടുന്ന കടുവയും ഒപ്പം തന്നെ അരിവാൾ ചുറ്റികയും അങ്കിതമായിട്ടുള്ള ചെങ്കൊടി, അത് പാർട്ടി പതാകയായും ഗർജിക്കുന്ന സിംഹത്തെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടും ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി അംഗീകരിക്കുകയും ചെയ്തു. ലയനത്തിന് ശേഷം ഏകദേശം 3 പതിറ്റാണ്ടോളം ഉപയോഗിക്കാതെ കിടന്ന ആ ചിഹ്നം പിന്നീട്, അതായത് കൈപ്പത്തി എന്ന് പറയപ്പെടുന്ന ചിഹ്നം പിന്നീട് കോൺഗ്രസ് ഐയുടെ പേരിൽ ബാലറ്റിലും ചുവരുകളിലുമൊക്കെ വന്നതോടുകൂടിയാണ് ഇത് കൂടുതൽ ജനകീയമായത്. കൈപ്പത്തി എന്ന് പറയപ്പെടുന്ന ചിഹ്നം അത് മുമ്പ് ഫോർവേഡ് ബ്ലോക്കിൻ്റെ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പലതവണ ചിഹ്നം മാറിയാണ് കോൺഗ്രസ് ഐ കൈപ്പത്തിയിൽ എത്തിയത് എന്നുള്ളത് ഇപ്പോഴും കൈപ്പത്തിയായിട്ട് മുന്നോട്ട് പോകുന്നു. പൂട്ടിയ കാള, പശുവും കിടാവും, അങ്ങനെ പല ചിഹ്നങ്ങൾ മാറി മറിഞ്ഞാണ് കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ ഈ കൈപ്പത്തി എന്ന് പറയപ്പെടുന്ന ചിഹ്നത്തിൽ എത്തി നിൽക്കുന്നത് എന്ന് പറയുന്നത് 1978 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, അതിനുശേഷം കോൺഗ്രസിൽ വീണ്ടും തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ തർക്കങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശുവും കിടാവും ചിഹ്നം മരവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. PV നരസിംഹറാവും ബൂട്ടാ സിംഗും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. കമ്മീഷൻ 3 ചിഹ്നങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുവാൻ ഇവരോട് പറയുന്നു. അന്ന് പറഞ്ഞതിൽ ഒന്ന് ഹാത്തി ഓർ സൈക്കിൾ, അതായത് കൈ, ആന അല്ലെങ്കിൽ സൈക്കിൾ, ഇതിലേതെങ്കിലും ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് തീരുമാനം പറയാൻ. ഒരു രാത്രി സമയവും കൊടുത്തു അതിനു വേണ്ടിയിട്ട്. ആന്ധ്രാപ്രദേശിലെ രാജരത്നം എന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലായിരുന്നു ഇന്ദിരാഗാന്ധി. വളരെ ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു ഘട്ടമുണ്ടായി. ഇരുട്ടി വെളുക്കുവോളം നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് രാജരത്നമാണ് ഈ കൈപ്പത്തി മതി എന്ന് ഇന്ദിരാഗാന്ധിയോട് നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് കൈപ്പത്തി എന്ന ചിഹ്നം കോൺഗ്രസ് ഐയുടെ സ്വന്തമായി മാറുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ചുറ്റിക അരിവാൾ എന്ന് പറയപ്പെടുന്ന 1927 മുതൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിപ്ലവ പോരാട്ടങ്ങളുടെ പ്രതീകമായിട്ട് ഉണ്ടായിരുന്ന ഒരു ചിഹ്നമായിരുന്നു അത്. പാർട്ടി പതാകയായി CPI രൂപം കൊണ്ട നാൾ മുതൽ കൊടിയടയാളവും അത് തന്നെയാക്കിയത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ 1952 ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച CPI തങ്ങൾക്ക് ചുറ്റിക അരിവാൾ അത് തന്നെ ചിഹ്നമായി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. പാർട്ടിയുടെ കൊടി തന്നെ ചിഹ്നമായി അനുവദിക്കുവാൻ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടുത്ത് ചെല്ലുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുകയാണ്. അപ്പോഴാണ് CPI ചുറ്റികയ്ക്ക് പകരം നെൽക്കതിർ വെച്ച് പ്രശ്നം പരിഹരിച്ചത്. 1964 കൽക്കട്ട കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ഭിന്നതയെ തുടർന്ന് അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പേരിൽ ഒരു വിഭാഗം കൂടി പിളർന്നു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവർ പിളർന്നു മാറിയെങ്കിലും ചിഹ്നത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ 1967 അന്ന് ചുറ്റിക അരിവാളിന്മേൽ അതിനൊക്കെ മുകളിൽ ഒരു നക്ഷത്രം കൂടി ചേർത്തുകൊണ്ട് അടയാളത്തിന് അപേക്ഷിക്കുകയാണ് CPM ചെയ്തത്. ഭാഗ്യവശാൽ CPMന് ആ ചിഹ്നം ലഭിച്ചു, അല്ലെങ്കിൽ അനുവദിച്ചു കിട്ടി എന്നുള്ളതാണ്. ഇന്നായിരുന്നുവെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ 2 ചിഹ്നങ്ങളിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ തിരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP എന്ന് പറയപ്പെടുന്ന പാർട്ടി രൂപം കൊണ്ട നാൾ മുതൽ ഇന്ന് വരെ ആ ചിഹ്നം മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. 1951 ശ്യാം പ്രസാദ് മുഖർജി രൂപം നൽകിയ അഖില ഭാരതീയ ജനസംഘം എന്ന പാർട്ടിയായിരുന്നു BJPയുടെ പൂർവ്വരൂപം എന്ന് പറയപ്പെടുന്നത്. എണ്ണവിളക്കായിരുന്നു അന്ന് അവരുടെ ചിഹ്നം എന്ന് പറയപ്പെടുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം മറ്റു പല പാർട്ടികളുമായി ലയിച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ചിഹ്നം കലപ്പയേന്തിയ കർഷകൻ. 1980 ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടി, ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന വീണ്ടും പുനർജനിക്കുന്നത്. ഹൈന്ദവ ദേശീയതയിൽ അധിഷ്ഠമായിട്ടുള്ള ഒരു പാർട്ടി മഹാവിഷ്ണുവുമായി നാഭീനാള ബന്ധമുള്ള ഒരു പൂവിനെ തന്നെ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെടുക. അങ്ങനെ തിരഞ്ഞെടുത്തതിൽ അത്ഭുതമില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ. മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് എന്നൊരു നിബന്ധന അന്നത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമങ്ങളിലൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തിരുന്നു എങ്കിൽ കൂടിയും കുങ്കുമ നിറത്തിലുള്ള താമര ഒരു പൂവെന്ന നിലയിൽ ചിഹ്നമായി BJPക്ക് അവർ അനുവദിച്ചു നൽകുകയായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോരാത്തതിന് ദേശീയ പുഷ്പം കൂടിയാണല്ലോ ഈ താമര എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 1968 നിയമം അനുസരിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്ന ചിഹ്നങ്ങളെ അത് സ്ഥാനാർത്ഥികൾക്ക് ഉപയോഗിക്കാനാകും എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അങ്ങനെ ഒരു വെറും അടയാളം മാത്രമല്ല എന്നും
അതൊക്കെ തങ്ങളുടെ ആശയം അതെന്താണോ തങ്ങളുടെ ആശയം വിശദീകരിക്കുന്ന തരത്തിലുള്ള അഭിമാന സ്തംഭങ്ങളായി ചിഹ്നങ്ങൾ മാറുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി പുറത്തു പോകുന്നവർ പുതിയ പാർട്ടി അതുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കിയ ശേഷവും ചിഹ്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരടി നടക്കുന്നത്. 1000 തെരഞ്ഞെടുപ്പിന് യോഗത്തിനേക്കാൾ പവറുണ്ട് തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൈപ്പത്തിയാകട്ടെ, അരിവാൾ ചുറ്റിക നക്ഷത്രമാകട്ടെ, അരിവാൾ നെൽക്കതിരാകട്ടെ, BJPയുടെ താമരയാകട്ടെ, ഏത് ചിഹ്നവും ഒരു വാക്ക് വിളിച്ചു പറയുന്നതിനേക്കാളേറെ അല്ലെങ്കിൽ ഒരു 1000 വാക്ക് വിളിച്ചു പറയുന്നതിനേക്കാളേറെ ഒരു ചിഹ്നം കൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയും എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് അടുക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുടെ പ്രസക്തി എന്ന് പറയപ്പെടുന്നത് ചിഹ്നങ്ങളിലൂടെ തന്നെയാണ്. ജനം നിരക്ഷര കുക്ഷികളാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ കൂടിയും അതൊരു കാലഘട്ടത്തിലുണ്ടായിരുന്നു, ഇന്നില്ല, മുമ്പുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ചിഹ്നങ്ങൾ പ്രസക്തമായിരുന്നത്. ആ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നവർ ഇന്നും അത് തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ചിഹ്നങ്ങളിൽ നിന്ന് കോൺഗ്രസ് ആണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. മാറി മാറി ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം കൈപ്പത്തി എന്ന് പറയപ്പെടുന്ന ചിഹ്നത്തിലേക്ക് എത്തി. ഇപ്പോൾ താമര എന്ന് പറയപ്പെടുന്ന ചിഹ്നത്തിൽ BJP എത്തുന്നു. CPM എന്ന് പറയപ്പെടുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലേക്ക് എത്തപ്പെടുന്നു. CPI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം, അത് അരിവാൾ നെൽക്കതിർ എന്ന് പറയപ്പെടുന്ന ഒരു ചിഹ്നത്തിലും ഒതുങ്ങി നിൽക്കുന്നു. ഇങ്ങനെ ചിഹ്നങ്ങൾ എപ്പോഴും രാഷ്ട്രീയപരമാരല്ലെങ്കിലും തിരിച്ചറിവുകളാണ് എന്നുള്ള ഒരു പ്രത്യേകതയും ഒരു പ്രസക്തിയും ഇവിടെ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ ആ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൽ വോട്ടിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്.